ഇനി കേരളം തിരിച്ചു പിടിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പുതുയുഗ യാത്രയ്ക്ക് ഇതേ കാസർഗോഡ് തുടക്കമായിട്ടുണ്ട്. ഉദ്ഘാടന വേദിയിൽ പക്ഷേ കെ സുധാകരൻ പ്രസംഗിക്കാതെ മടങ്ങിയത് ഇതിലൊരു കല്ലുകടിയായി മാറി. നേതാക്കളുടെ പേര് പരാമർശിക്കുമ്പോൾ ഉദ്ഘാടകനായ കെ.സി. വേണുഗോപാൽ കെ സുധാകരന്റെ പേര് പറഞ്ഞില്ല. പിന്നീട് കൂടെയുള്ളവർ ഓർമ്മിപ്പിച്ചപ്പോഴാണ് സുധാകരന്റെ പേര് പറഞ്ഞത്. ദൃശ്യങ്ങളിലേക്ക്. ഏറ്റവും ആദ്യം പറയേണ്ട ആളാണ് ഞാൻ വിട്ടുപോയത്, ക്ഷമിക്കണം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള, നമുക്ക് ഒരിക്കലും പേര് പറയാൻ വിട്ടുപോകാത്ത, നമ്മുടെ എല്ലാം ആവേശമായിട്ടുള്ള ശ്രീ കെ സുധാകരൻ. ലിജോ വർഗീസ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ലിജോ, ഗുഡ് ഈവനിങ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഒടുവിലായി നടക്കുന്ന, അതായത് ഈ അടുത്തിടെ നടക്കുന്ന ഏതൊരു പരിപാടിയിലും ഒരു വലിയൊരു ഇവന്റ് സംഘടിപ്പിച്ചാലും എന്തെങ്കിലും ഒരു കല്ലുകടി ഉണ്ടാകും. അങ്ങനെ ഒരു കല്ലുകടിക്ക് ഒരു മൂല കാരണമാകുന്നത് മിക്കപ്പോഴും കെ സുധാകരനുമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടതാണ്. ഈ വേണുഗോപാൽ, കെ.സി. വേണുഗോപാൽ പിന്നീട് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കെ സുധാകരൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായത് ഇതൊരു വിവാദത്തിൽ പോയേ നിൽക്കുമെന്ന്. അതേപോലെ തന്നെ ആയിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും സേതു, UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്ര ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പാർട്ടിയെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് വി.ഡി. സതീശന്റെ യാത്ര നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടന ദിവസം തന്നെയാണ് ഇപ്പോൾ മുൻ KPCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുധാകരൻ വേദിയിൽ നിന്ന് പോയത്. അദ്ദേഹം നേരെ, അതായത് വേദിയുടെ മുൻപിലൂടെയല്ല, അദ്ദേഹത്തെ എടുത്തിറക്കുകയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ പ്രസംഗത്തിൽ, അതായത് കെ.സി. വേണുഗോപാൽ ഉദ്ഘാടന പ്രസംഗം നടക്കുന്നതിനിടയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, അവിടുത്തെ MP, അവിടുത്തെ പ്രിയങ്കരനായ MP-യും അതോടൊപ്പം തന്നെ അവിടുത്തെ ഉദുമ MLA കൂടിയായിട്ടുള്ള ആളുകളെയൊക്കെ പരാമർശിച്ചു പോകുന്ന AK മഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകളെ പരാമർശിച്ചു പോകുന്ന സമയത്തും പക്ഷേ കൃത്യമായി മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള കെ സുധാകരന്റെ പേര് ആദ്യഘട്ടത്തിൽ മറന്നുപോവുകയും പിന്നീട് അത് ഓർത്തെടുത്ത് പറയുകയും ചെയ്തു. ഇതാണ് ഒരു അതൃപ്തിക്ക് കാരണമെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കെ സുധാകരൻ ഇപ്പോൾ ആ വേദിയിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം അദ്ദേഹത്തിനുള്ള പരിഗണനയിൽ കുറവ് എന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ചില സൗന്ദര്യപ്പിണക്കങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവാറുള്ളതാണ്. ആ തരത്തിൽ തന്നെയായിരിക്കും ഇക്കാര്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരും ഒരുമിച്ച്, എല്ലാ നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു എന്നുള്ള സൂചന, അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശം പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും നൽകാനാണ് ഈ യാത്ര തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കല്ലുകടി ഉണ്ടായത്. സ്വാഭാവികമായും കോൺഗ്രസിലെ നേതാക്കൾ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ലിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.